ഹാലോ എഫക്റ്റ്. ഒരാളുടെ നല്ല ഗുണം കണ്ടാൽ ആ വ്യക്തിയുടെ മറ്റെല്ലാ ഗുണങ്ങളും മികച്ചതാണ് എന്ന് മനസ്സ് സ്വയം അനുമാനിക്കുന്ന ഒരു രീതിയാണിത്. സാധാരണയായി കാണാൻ ഭംഗിയുള്ളവർ നല്ല സ്വഭാവക്കാരാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതാണ് ഹാലോ ഇഫക്റ്റ്. വിശദീകരണം: ഒരാളുടെ ബാഹ്യരൂപം അല്ലെങ്കിൽ ഒരു കഴിവ് കണ്ട് അയാൾ ബുദ്ധിമാനും ദയാലുവുമാണ് എന്ന് തലച്ചോർ ലേബൽ ചെയ്യുന്നു. നരേഷൻ: നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ നല്ലൊരു ഭരണാധികാരി കൂടി ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതാറില്ലേ? ഒരു പ്രത്യേകത കണ്ട് വ്യക്തിത്വം മുഴുവൻ വിലയിരുത്തുന്ന മനസ്സിന്റെ ഒരു തന്ത്രമാണ് ഇത്. ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. അപകടം നടക്കുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ആരും സഹായിക്കാൻ മുന്നോട്ട് വരാത്ത പ്രതിഭാസമാണിത്. മറ്റാരെങ്കിലും സഹായിച്ചു കൊള്ളും എന്ന ഉത്തരവാദിത്വ വിഭജനമാണ് ഇതിന് കാരണം. വിശദീകരണം: ആളുകളുടെ എണ്ണം കൂടുന്തോറും ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന ഉത്തരവാദിത്വം കുറയുന്നു. നരേഷൻ: റോഡിൽ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ചുറ്റും 100 പേരുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം കണ്ടിട്ടില്ലേ? അവിടെയുള്ള ഓരോരുത്തരും വിചാരിക്കുന്നത് മറ്റൊരാൾ സഹായിക്കുമെന്നാണ്. എന്നാൽ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾ ഉടൻ സഹായിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണിത്. ഈ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തും. വിശദീകരണം: 2 വിരുദ്ധമായ ചിന്തകൾ ഒരേ സമയം മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം ഒഴിവാക്കാൻ മനസ്സ് ഒരു കള്ളം കണ്ടുപിടിക്കുന്നു. നരേഷൻ: പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണെന്ന് അറിയുന്ന ഒരാൾ അത് നിർത്തുന്നതിന് പകരം ഇത് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് സ്വയം ന്യായീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ന്യായീകരണമാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് ഒഴിവാക്കാൻ മനസ്സ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി ബയാസ്. നല്ല കാര്യങ്ങളെക്കാൾ മോശം കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി എടുക്കുവാനും ഓർത്തുവെക്കുവാനും തലച്ചോറിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരിണാമ പ്രക്രിയയാണിത്. വിശദീകരണം: തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗം നെഗറ്റീവ് വാർത്തകളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നു. നരേഷൻ: 10 പേർ നിങ്ങളെ പുകഴ്ത്തി സംസാരിച്ചാലും ഒരാൾ പറഞ്ഞ കുറ്റമായിരിക്കും നിങ്ങളുടെ ഉറക്കം കളയുന്നത്. കാരണം അപകടങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ തലച്ചോർ നെഗറ്റീവ് കാര്യങ്ങളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതാണ് നെഗറ്റിവിറ്റി ബയാസ്. ഡെന്നിങ് ക്രൂഗർ എഫക്റ്റ്. ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമുള്ളവർ തങ്ങൾ വലിയ വിദ്വാൻമാരാണെന്ന് വിശ്വസിക്കുകയും യഥാർത്ഥ വിദ്വാൻമാർ തങ്ങൾക്ക് അറിവ് കുറവാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം. വിശദീകരണം: സ്വന്തം കഴിവുകേടിനെ തിരിച്ചറിയുവാനുള്ള കഴിവ് പോലും ഇല്ലാത്തതാണ് ഈ ആത്മവിശ്വാസത്തിന് കാരണം. നരേഷൻ: ഒരു വിഷയത്തെക്കുറിച്ച് 2 പുസ്തകം മാത്രം വായിച്ച ഒരാൾ വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേസമയം വർഷങ്ങളോളം ആ വിഷയത്തിൽ ഗവേഷണം നടത്തിയയാൾ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്ന് വിനയത്തോടെ പറയുന്നു. ഇതാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. പാരിഡോളിയ. അർത്ഥമില്ലാത്ത വസ്തുക്കളിൽ രൂപങ്ങളോ മുഖങ്ങളോ കാണാനുള്ള മനസ്സിന്റെ പ്രവണതയാണിത്. മേഘങ്ങളിൽ മൃഗങ്ങളെ കാണുന്നതും ഭിത്തിയിലെ കറയിൽ മുഖം കാണുന്നതും ഇതിന് ഉദാഹരണമാണ്. വിശദീകരണം: അപരിചിതമായ കാര്യങ്ങളിൽ നിന്ന് പരിചിതമായ പാറ്റേണുകൾ കണ്ടെത്താൻ തലച്ചോർ എപ്പോഴും ശ്രമിക്കുന്നു. നരേഷൻ: ചന്ദ്രനിലെ കുഴികൾ കാണുമ്പോൾ അതൊരു മുയലിൻ്റെയോ അല്ലെങ്കിൽ അമ്മൂമ്മയുടെയോ രൂപമായി നമുക്ക് തോന്നാറില്ലേ? എന്തിലും ഏതിലും മുഖങ്ങൾ തിരയുവാനുള്ള തലച്ചോറിന്റെ ഒരു കുസൃതിയാണ് ഇത്. ഹെഡോണിക് അഡാപ്റ്റേഷൻ. ജീവിതത്തിൽ വലിയ സന്തോഷമോ ദുഃഖമോ ഉണ്ടായാലും കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സ് പഴയ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന രീതിയാണ് ഇത്. വിശദീകരണം: പുതിയ സാഹചര്യങ്ങളുമായി മനസ്സ് പെട്ടെന്ന് പൊരുത്തപ്പെടുന്നു. എത്ര വലിയ ലോട്ടറി അടിച്ചാലും കുറച്ചു നാൾ കഴിഞ്ഞാൽ ആ സന്തോഷം സാധാരണമായി മാറും. നരേഷൻ: പുതിയൊരു കാർ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവേശം 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാറില്ലല്ലോ. കാരണം നിങ്ങളുടെ മനസ്സ് ആ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇതിനെയാണ് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്.
സോഷ്യൽ ലോഫിംഗ്. ഒരു ഗ്രൂപ്പായി ജോലി ചെയ്യുമ്പോൾ വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ അധ്വാനം മാത്രം പുറത്തെടുക്കുന്ന പ്രവണത. വിശദീകരണം: ഗ്രൂപ്പിൽ തൻ്റെ അധ്വാനം ആരും പ്രത്യേകം ശ്രദ്ധിക്കില്ല എന്ന ചിന്ത ആളുകളെ മടിയന്മാരാക്കുന്നു. നരേഷൻ: 5 പേർ ചേർന്ന് ഒരു വലിയ കല്ല് പൊക്കുമ്പോൾ ഓരോരുത്തരും കൊടുക്കുന്ന ശക്തി അവർ ഒറ്റയ്ക്ക് ആ കല്ല് പൊക്കാൻ ശ്രമിക്കുമ്പോൾ കൊടുക്കുന്ന അത്രയും ഉണ്ടാവില്ല. കൂടെ ആളുകൾ ഉള്ളപ്പോൾ മനസ്സ് അറിയാതെ തന്നെ അധ്വാനം കുറയ്ക്കുന്നു. ഇൻ ഗ്രൂപ്പ് ബയസ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് അനാവശ്യമായ താല്പര്യവും പുറത്തുള്ളവരോട് ഒരു അകൽച്ചയും കാണിക്കുന്ന മാനസികാവസ്ഥ. ഇത് മതഗ്രൂപ്പിലുള്ളതാണെങ്കിലും ഭാഷയുടെ ഗ്രൂപ്പിലാണെങ്കിലും ക്ലാസിൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും അതേപോലെ ക്ലബ്ബുകളുടെ ഗ്രൂപ്പിലാണെങ്കിലും എല്ലാം കാണാവുന്നതാണ്. വിശദീകരണം: സുരക്ഷിതത്വത്തിന് വേണ്ടി മനുഷ്യർ ഗ്രൂപ്പുകളായി തിരിയുന്നു. സ്വന്തം ഗ്രൂപ്പിലുള്ളവർ എപ്പോഴും ശരിയാണ് എന്ന് വിശ്വസിക്കുവാൻ ഇത് പ്രേരിപ്പിക്കുന്നു. നരേഷൻ: ഒരു അന്യനാട്ടിൽ വെച്ച് സ്വന്തം നാട്ടുകാരനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം കണ്ടിട്ടില്ലേ? അവർ ചെയ്യുന്ന തെറ്റുകൾ പോലും നമുക്ക് ചിലപ്പോൾ തെറ്റായി തോന്നില്ല. ഇതാണ് ഇൻ ഗ്രൂപ്പ് ബയസ്. സങ്ക് കോസ്റ്റ് ഫലസി. ഒരു കാര്യത്തിൽ പണമോ സമയമോ ചിലവാക്കി പോയി എന്നതുകൊണ്ട് മാത്രം ആ കാര്യം നഷ്ടമാണ് എന്നറിഞ്ഞിട്ടും അതുതന്നെ തുടരുന്ന രീതി. വിശദീകരണം: ഇതുവരെ ചെയ്ത നഷ്ടം അംഗീകരിക്കുവാനുള്ള മനസ്സിൻ്റെ മടിയാണ് ഇതിന് കാരണം. നരേഷൻ: ഒരു സിനിമ മോശമാണെന്ന് പകുതി എത്തിയപ്പോൾ തന്നെ മനസ്സിലായിട്ടും ടിക്കറ്റ് എടുത്തതല്ലേ എന്ന് കരുതി അത് മുഴുവൻ കണ്ടു തീർക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ സമയം കൂടി അവിടെ നഷ്ടപ്പെടുകയാണ് എന്ന സത്യം മനസ്സ് അവഗണിക്കുന്നു. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫലസി എന്ന് പറയുന്നത്.